മീഡിയാസിലേക്ക് സ്വാഗതം. 2025 ആദ്യ ചിത്രമാണ് ഐഡൻറ്റിറ്റി. സിനിമ ഇന്ന് റിലീസായി. ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അനസ് ഖാനാണ് ഡയറക്ടർ. സിനിമയ്ക്ക് ഇന്ന് എബോവ് ആവറേജ് ആണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു തുടക്കം തന്നെയാണ് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അഭിപ്രായങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്താണേലും ഡീസൻറ്റ് പോസിറ്റീവ് എന്നുള്ള റെസ്പോൺസിലൂടെ തന്നെയാണ് സിനിമ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 638ഓളം ഷോകളാണ് സിനിമയുടെ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 61,000-ഓളം ജനങ്ങൾ ഈ സിനിമ കാണുകയും 30% ഒക്യുപ്പൻസിയിൽ 4ഓളം ഹൗസ്ഫുൾ ഷോകളും 42 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം ഇതുവരെ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിനോടൊപ്പം തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 1,02,00,000 രൂപയാണ്. അതായത് ഫൈനലായിട്ട് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു സിനിമ 2 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ വരുമെന്നുള്ളത്. മികച്ച ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴിലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതും കൂടാതെ വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഓപ്പണിംഗ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തൊട്ട് 5 കോടി വരെയായിരിക്കും വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് ലഭിക്കുന്ന ഒരു കളക്ഷൻ. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് വരാനുള്ള ചാൻസുകളും ഏറെയാണ്. ഇതിനോടകം തന്നെ അറിഞ്ഞ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ചാണ്. ഇത്തിരി കൂടുതലാണ് സിനിമയുടെ ബഡ്ജറ്റ്. എത്രയാണ് എന്നുള്ളത് ഇതുവരെ ഒരു ഔട്ട് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഇച്ചിരി ഉയർന്ന ഒരു ബഡ്ജറ്റാണ് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തിൽ അറിയാനുള്ളത്. എന്നിരുന്നാലും സിനിമ 2025 ആദ്യ സിനിമ എന്നുള്ള പേരിൽ വരുന്ന ഈ സിനിമ തുടക്കം മികച്ചത് തന്നെയാണ്. ആദ്യ ദിനം 4 കോടിക്കും 5 കോടിക്കും മുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഒരു തുടക്കം തന്നെയാണ്. വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടൊവിനോയുടെ ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള പ്രശംസ നേടുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഫോറൻസിക് ടീമാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അത് ഒരു മികച്ച സിനിമയായിരുന്നു. രണ്ടാമത് വരുന്ന സിനിമയും അതിന് ടെക്നിക്കലി പെർഫെക്റ്റ് എന്നുള്ള ഒരു ക്വാളിറ്റി ഇതിനകത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടും കാര്യങ്ങളുമായിട്ട് വരാം. കൂടെ ഉണ്ടാവണം. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ടേപ്പ് മീഡിയാസ്.